നമസ്കാരം. വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം തുടരുന്ന ആശാപ്രവർത്തകർ നാളെ നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ മറുതന്ത്രവുമായി സർക്കാർ. ആരോഗ്യവകുപ്പിന്റെ ആശാപ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി നാളെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഈ സമരം ഇന്ന് 35 ദിവസം തികയുകയാണ്. ഇതിന്റെ ഭാവി എന്താണ്? നാളെ ഹാജരാകുന്നവരുടെയും ഹാജരാകാത്തവരുടെയും കണക്കെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് പ്രതിഫലനമാണ്, പ്രത്യാഘാതമാണ് അതിനുണ്ടാവുക എന്ന ആശങ്ക സ്വാഭാവികമായും സമരക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും. ആശാസമരം പൊളിയുമോ, സർക്കാരിന്റെ തന്ത്രം ഫലിക്കുമോ എന്നുള്ളതാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ ഉല്ലാസ് ബാബു BJP-യിൽ നിന്ന്, KSWയുടെ പ്രതിനിധി ശ്രീമതി KP റോസമ്മയും നമ്മളോടൊപ്പം ചർച്ചയിൽ തത്സമയം ചേരുകയാണ്. ശ്രീമതി റോസമ്മ, നാളെ സമരം നിങ്ങൾ ഒരു ഉപരോധ സമരമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാർ നിങ്ങൾക്കൊരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ എത്തുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? സമരത്തിൽ ഇതുപോലെ തന്നെ പ്രാതിനിധ്യം ഉണ്ടാകും, എല്ലാവരും സമരത്തിൽ പങ്കെടുക്കാൻ വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇത് ഞങ്ങളുടെ ആവശ്യമല്ലേ. ഞങ്ങളുടെ സമരം എന്ന് പറയുന്ന വിശപ്പിൻ്റെ സമരമാണ്. ഞങ്ങൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശപ്പിന് ശമനം ഉണ്ടാകത്തില്ല. തീർച്ചയായും ഞങ്ങൾ ഏകദേശം ഒരു 9,000 സംതിങ് പേര് സമരസ്ഥലത്ത് കൃത്യമായിട്ടുണ്ടാവും. ഇപ്പോൾ നാളെ ഒരു പരിശീലന പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞ് ഞങ്ങൾക്കത് മനസ്സിലായി. ഞങ്ങളുടെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് സർക്കാർ ഈ ട്രെയിനിങ് പരിപാടി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായി അത് കൃത്യമായിട്ട്. ഞങ്ങൾ തീർച്ചയായും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നില്ല. പക്ഷെ അതിന് പ്രത്യാഘാതം ഉണ്ടാകില്ലേ? പ്രത്യാഘാതം ഉണ്ടാകാൻ എന്താ, ഞങ്ങൾ ജോലിക്ക് വേണ്ടി കൂലി കിട്ടാതെ സമരം നടത്തുമല്ലേ, അല്ലാതെ നമുക്ക് സമരം ചെയ്യാൻ ഇഷ്ടമില്ലാതെയല്ലേ ഇവിടെ വന്നത് സമരത്തിന്. ഞങ്ങളുടെ വേതനം കൃത്യമായി കിട്ടിയായിരുന്നു എങ്കിൽ, ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ, വിരമിക്കൽ പ്രായം നിശ്ചയിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം നിശ്ചയിക്കണമല്ലോ, ഇതുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതികേട് 35 ദിവസം കളയാനുണ്ടാവില്ലായിരുന്നു. ഈ ഫെബ്രുവരി മാസത്തിലെ ഓണറേറിയം നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഫെബ്രുവരി സമരം ചെയ്യാത്തവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സമരം ചെയ്ത ആർക്കും അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല. ഏറ്റവും അവസാനം ഈ സമരക്കാർക്കടക്കം ഓണറേറിയം ക്രെഡിറ്റ് ആയത് ഏത് മാസത്തിലാണ്? ഈ സമരക്കാർ ഇപ്പം ഏകദേശം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളുടെ അറിവ്. ഫെബ്രുവരിയിലേ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇതുവരെ PDF എത്തിയിട്ടില്ല. അപ്പോൾ നാളെ ഈ പറയുന്ന പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ഉപരോധ സമരവുമായി തീർച്ചയായും അത് എല്ലാവർക്കും അത്തരം ഉറപ്പ് തന്നെയാണോ? ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും വരും എന്ന് തന്നെയാണ് കൃത്യമായിട്ട് നാളെ എത്തിച്ചേരും. ശരി. അപ്പോൾ സർക്കാർ പരിശീലന പരിപാടി ബഹിഷ്കരിച്ചിട്ടാണെങ്കിലും ഉപരോധ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ആശാവർക്കർമാർക്ക് സമരം അവസാനിപ്പിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ സർക്കാരിനുണ്ടോ? ഏതായാലും ഇപ്പോൾ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് പരിഹരിക്കാനോ പരിഗണിക്കാനോ കഴിയാത്തതാണ്. ഈ സമരം ആരംഭിച്ചത് ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 15-ന് മിഷൻ ഡയറക്ടർ ചർച്ച നടത്തുകയും ഇവർ ഉന്നയിച്ച ഓരോ മുദ്രാവാക്യങ്ങൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തു. അപ്പോൾ അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. ഏതെങ്കിലും തരത്തിൽ ഹോണറേറിയത്തിൽ വർധനവ് കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഈ സ്കീം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. അതുപോലെ തന്നെ ഇവരെ ജീവനക്കാരായും തൊഴിലാളിയായും അംഗീകരിക്കണമെന്നുള്ള മുദ്രാവാക്യം സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു തരത്തിലും പരിഗണിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും ശക്തമായി കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യമാണത്. അതുപോലെ തന്നെ പെൻഷനറി ബെനിഫിറ്റും റിട്ടയർമെൻറ്റ് പ്രായവും റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടേണ്ട ബെനിഫിറ്റുകളും എല്ലാം സാലറി ഇവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് ആക്കാൻ ഉള്ള തീരുമാനമെടുക്കേണ്ടതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് യോജിച്ച തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കാം. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് പരിഗണിക്കാൻ കഴിയുക അടുത്ത കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ഓണറേറിയത്തിലുണ്ടായിട്ടുള്ള കുടിശ്ശിക, ആ കുടിശ്ശികയാണ്. അത് സമയബന്ധിതമായി പെട്ടെന്ന് തന്നെ പരിഗണിക്കാം. കാരണം ഇവിടെ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് CITU നടത്തിയ സമരത്തിൽ 5-6 നടത്തിയ ഉപരോധം, ഫെബ്രുവരി 5-6 നടത്തിയ ഉപരോധത്തിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ 14 ദിവസം സമയം വച്ച് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആ കമ്മിറ്റി ഈ വിഷയങ്ങൾ പഠിച്ച് ഫെബ്രുവരി മാസം 20-ന് മുമ്പ് റിപ്പോർട്ട് നൽകുമെന്നും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര തീരുമാനമെടുക്കാം എന്നതാണ് തീരുമാനിച്ചത്. കൃത്യമായി 21-ന് തന്നെ ആ റിപ്പോർട്ട് കിട്ടി. 25-ന് മുമ്പ് കുടിശ്ശികയുള്ള ഓണറേറിയം മുഴുവൻ വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും അത് മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ കുടിശ്ശികയില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്ന വിഷയം ഓൾറെഡി പരിഗണിച്ചു കഴിഞ്ഞു. ബാക്കിയെല്ലാം കേന്ദ്രം പരിഗണിച്ച് പരിശോധിക്കേണ്ടതാണ്, തീരുമാനമെടുക്കേണ്ടതാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് കൊണ്ട് ഓണറേറിയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വർധന ഉണ്ടാകില്ല എന്നത് തന്നെയാണല്ലോ അല്ലേ അസന്നിഗ്ധമായി പറയുന്നത്?
അത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിനെ പരിഗണിക്കാൻ കഴിയുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. ഇനി കേന്ദ്രം ഈ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ മാത്രമാണ് ജീവനക്കാരായിട്ട് പരിഗണിക്കുന്നതും സാലറി എന്ന രൂപത്തിലേക്ക് ആക്കുന്നതും അതുപോലെ തന്നെ പെൻഷനറി ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവർ ഉന്നയിക്കുന്ന മറ്റ് ആവശ്യങ്ങൾ മുദ്രാവാക്യങ്ങൾ പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഞാൻ വിചാരിക്കുന്നത്. ശരി, അങ്ങ് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വർദ്ധിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആശാ വർക്കർമാർക്ക് മാന്യമായ ഓണറേറിയം കൊടുക്കാൻ കഴിയാത്തത്. മാന്യമായ ഒരു ഓണറേറിയമാണ് അവർക്ക് കിട്ടുന്നത് എന്ന് അഡ്വക്കേറ്റ് അരുൺകുമാർ വിചാരിക്കുന്നില്ല എന്ന് ഞാനൊന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് 7000 രൂപ ഓണറേറിയം എന്ന് പറയുന്നത് മാന്യമാണ്, ഒരു മനുഷ്യന് ജീവിക്കാൻ പര്യാപ്തമാണ് എന്നൊന്നും വിചാരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കങ്ങനെ അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാൻ കഴിയാത്തതിന് വിഘാതമായി നിൽക്കുന്നത് അങ്ങ് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിൻ്റെ അതിലെ വിഹിതം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് ഇരിക്കുക. അപ്പോഴും സമരം ചെയ്യാൻ, അപ്പോഴും പണിമുടക്കാനുള്ള അവകാശം ആശാവർക്കർമാർക്കുണ്ടല്ലോ അല്ലേ? അങ്ങനെ പണിമുടക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അവർ സമരത്തിലാണ്. അത് സർക്കാരിന് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് ഈ പരിശീലന പരിപാടി സംഘടിപ്പിക്കുക എന്നത് സമരം പൊളിക്കാനുള്ള തന്ത്രമല്ലേ? ഒരിക്കലുമല്ല. ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കീമും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മറ്റു സ്കീമുകളുമെല്ലാം മാർച്ച് മാസം ഒരു പ്രധാനപ്പെട്ട മാസമാണ്. മാർച്ച് 31 വരെയാണ് ഈ സ്കീമിൻ്റെ പണം അലോട്ട്മെൻറ്റും അതുപോലെ സ്കീം നടപ്പാക്കേണ്ടതിൻ്റെ ഒരു സമയക്ലിപ്തത നിശ്ചയിക്കുന്നത് മാർച്ച് 31ആണ്. അപ്പോൾ അതിനു മുമ്പ് തീർക്കേണ്ട പല കോഴ്സുകളുമുണ്ട്, പല ട്രെയിനിങ്ങുകളുമുണ്ട്. അപ്പോൾ ഇത് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയിനിങ് എല്ലാം ഈ കേരളത്തിലെ 14 ജില്ലകളിൽ 3 ദിവസമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഒന്ന് 17-ാം തീയതി, 18-ാം തീയതി, 19-ാം തീയതി ആ തരത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഇപ്പം നാളെ ഉള്ളത് പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലുള്ള ട്രെയിനിങ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇത് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയിനിങ് ആണ്. ഇപ്പൊ ആശാ വർക്കേഴ്സിന്റെ ഒപ്പം കിടപ്പ് രോഗികളുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ മുന്നോട്ട് പോക്കിനെ ഏറ്റവും അടിസ്ഥാനപരമായ തലത്തിൽ തന്നെ വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന വിഭാഗമാണ്. ആശാ വർക്കർമാരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്, പരിശീലിപ്പിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ജീവിച്ചു വന്ന സാധാരണമായ സാമൂഹ്യ ചുറ്റുപാടുകളിൽ ജീവിച്ചു വന്ന ആളുകൾ തന്നെയാണ് ആശാ വർക്കർമാരിലേറെയും. നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്, അത് കൃത്യവുമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാത്ത സമരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും അവരുടെ ജോലി സുരക്ഷയിലോ ഇതിൽ പിരിച്ചുവിടൽ അടക്കമുള്ള ഭീഷണിയിലോ അവർ പേടിക്കേണ്ടതില്ല എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഉറപ്പ് കൊടുത്ത ഒരു സാഹചര്യം താങ്കൾക്ക് ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുമോ? ഒരുപാട് സമരങ്ങൾ കണ്ട നാടല്ലേ നമ്മുടേത്. എല്ലാ വിഭാഗം തൊഴിലാളികളും വ്യത്യസ്തമായിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സമരങ്ങൾ കണ്ട നാടാണ് നമ്മുടേത്. സമരം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി സമരസപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ സമരത്തിനിറങ്ങുന്നത്. ആ സമരത്തിനിറങ്ങുമ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങളെ നേരിടാനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പോടെയാണ് സമരത്തിനിറങ്ങുക. അപ്പോൾ അത്തരത്തിലുള്ള ത്യാഗവും മറ്റു കഴിഞ്ഞിട്ടാണല്ലോ സമരത്തിന്റെ ഒരു റിസൾട്ട് വരിക. ഇവിടെ മാർച്ച് 31 മുമ്പ് തീർക്കേണ്ട ട്രെയിനിങ് തീർക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പണിമുടക്കിയതിന്റെ പേരിൽ, സമരത്തിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടാൽ കുത്തിവെക്കാൻ അവർക്കൊരു കൊടിയില്ല എന്നുള്ളത് കൊണ്ട്, രാഷ്ട്രീയ പിന്തുണയില്ല എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ അതങ്ങ് സഹിച്ചോണം എന്നാണോ? അങ്ങനെയല്ല, അങ്ങ് കേൾക്കണം, ഒരു ക്ഷമ കാണിക്കുക. ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ അതിന്റെ ട്രെയിനിങ്ങും അതിന്റെ റിസൾട്ടും ഉണ്ടായില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ടി അലോട്ട് ചെയ്ത തുക നിഷേധിക്കും. ഇത് കേന്ദ്ര സ്കീമാണ്. പല ഘട്ടത്തിലും കേന്ദ്രം കണക്ക് തന്നില്ല, സംസ്ഥാനം കണക്ക് കൊടുത്തില്ല, റിപ്പോർട്ട് സമയത്ത് കൊടുത്തില്ല, അല്ലെങ്കിൽ ട്രെയിനിങ് പൂർത്തീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കാരണം കണ്ടെത്താൻ നിൽക്കുകയാണ് കേന്ദ്രം. ആ കാരണം പറഞ്ഞ് നിരവധി പണം പിടിച്ചു വെച്ച കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ട്രെയിനിങ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സമരത്തെയും പരാജയപ്പെടുത്താനല്ല. സമരം നടക്കുന്നവർക്ക് സമരം നടത്താം, ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, അഥവാ ആബ്സെന്റ് ആകുന്നവർക്ക് ആബ്സെന്റ് ആകാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ സംവിധാനം ചെയ്യും. ട്രെയിനിങ് പരിപാടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കേന്ദ്രം നൽകാനുള്ള വിഹിതം കേന്ദ്രം കട്ട് ചെയ്യും. അത് സ്വാഭാവികമായും അവരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ട്രെയിനിങ്ങിന് പങ്കെടുത്തില്ല, അതുകൊണ്ട് കേന്ദ്രം നൽകാനുള്ള വിഹിതം കിട്ടിയില്ല, അതുകൊണ്ട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ കൂടി അതിന്റെ ബാധ്യത ഏറ്റെടുക്കും. അങ്ങ് പറഞ്ഞതുപോലെ അവനവൻ സ്വീകരിക്കേണ്ട റിസ്കിന്റെ ഭാഗമായി. പക്ഷെ അപ്പോഴും പിരിച്ചുവിടുക എന്ന ഭീഷണി അവർക്കുണ്ടാവില്ല അല്ലേ?
ഇതിപ്പോ നിശ്ചിതമായി 35 ദിവസം ഒരു വാർഡിൽ കിടപ്പ് രോഗികളെ സന്ദർശിക്കുവാനും ഗർഭിണികളായ സ്ത്രീകൾക്ക് ന്യൂട്രൈസേഷനും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതല നിർവഹിക്കേണ്ട ആശാ വർക്കേഴ്സ് ആ ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ ആ സ്കീം പ്രകാരമുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകുമല്ലോ. ഇവർക്ക് സമരത്തിൽ ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് എന്തായിരിക്കും അവർ നേരിടേണ്ടി വരുന്നത് എന്നത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരുത്താനാണ്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുമുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, കൃത്യമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അത് ഈ പറയുന്ന ജോലി, ഈ പറയുന്ന ആശാ വർക്കർമാരുടെ തൊഴിൽ സുരക്ഷ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത് വെല്ലുവിളി ഉയർത്തപ്പെടും എന്നതു തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ വാക്കുകളിൽ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ പറയുന്ന ട്രെയിനിങ് പരിപാടിയും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഹാജർ നോക്കാനുള്ള തീരുമാനവും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതല്ല തങ്ങളുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനമെന്ന് നേരത്തെ ശ്രീമതി കെ പി റോസമ്മ പറയുകയും ചെയ്തു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടി ഉണ്ടാകും എന്നതു തന്നെയാണ്. അല്ല മാധു, ഇത്രയും പറഞ്ഞു തീർത്തതിന് ശേഷം അദ്ദേഹം കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർക്കാരാണെന്നും തങ്ങൾ ഇടതുപക്ഷമാണെന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്ക് ഇത് കേട്ട് ചിരിക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ? സംസ്ഥാനത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഇവർ ഉന്നയിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെങ്ങനെയാ പ്രകടന പത്രിക പ്രകാരം 700 രൂപയെങ്കിലും ആക്കി കൊടുക്കും എന്നുള്ള രീതിയിൽ ഇവർ പ്രഖ്യാപിച്ചത്? അങ്ങനെ ഈ ആശാ വർക്കർമാരെ പറഞ്ഞു പറ്റിച്ചില്ലേ? 2014 ഈ സംസ്ഥാനത്തിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെന്ന് CPM-ന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് എളമരം കരീം അന്നത്തെ നിയമസഭയിൽ പ്രസംഗിച്ചത് ഇവരുടെ മിനിമം വേതനം 10,000 ആക്കണമെന്ന്? യാതൊരു പഠനവും നടത്താതെ ആണോ ആ പ്രഖ്യാപനവും ആവശ്യമൊക്കെ ഉന്നയിച്ചത്? ഇനി അടുത്തത്, ഇങ്ങനെ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ലെങ്കിൽ ആന്ധ്രയും തെലങ്കാനയും അല്ലെങ്കിൽ കർണാടകയും സിക്കിമൊക്കെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇനി ഈ ജോലി ചെയ്യുന്ന ആളുകളെ, ആശാ വർക്കർമാരെ തൊഴിലാളികളെന്ന് അഡ്രസ്സ് ചെയ്യാൻ കേന്ദ്ര സർക്കാരാണ് ശ്രമം നടത്തേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനും CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാടെന്താ? ഇവരെ തൊഴിലാളികളെന്ന് വിളിക്കാമോ? എങ്കിൽ നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ആശാ വർക്കർമാരെ തൊഴിലാളികളെന്ന് നെഞ്ചിൽ കൈകൊട്ടൊന്ന് വിളിക്കാമോ? അതിനുള്ള ധൈര്യവും ആർജവും നിങ്ങൾക്കുണ്ടോ? ഇനി അടുത്തത് താങ്കൾ പറഞ്ഞ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തത് കേന്ദ്രം ശ്രമിക്കാത്തത് കൊണ്ടാണെന്നാ. കേന്ദ്രം ശ്രമിച്ചിട്ടാണോ ഹരിയാനയിൽ, തെലങ്കാനയിൽ, ആന്ധ്രയിൽ, കർണാടകയിൽ അല്ലെങ്കിൽ സിക്കിമിലൊക്കെ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പറ്റിയത്? അപ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ സർക്കുലർ ഇറക്കി ഭീഷണിപ്പെടുത്തുന്നു. സമരം ചെയ്യുന്നവർ പെരുമഴയത്ത് നിൽക്കുമ്പോൾ അവർ മഴ നനയാതെ വലിച്ചു കെട്ടിയ ടാർപോളിൻ ഷീറ്റ് വലിച്ച് കീറിക്കളയുന്നു, അവരെ ആക്ഷേപിക്കുന്നു. എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിന് സമാനമാണ് ഈ ട്രെയിനിങ്. നിങ്ങൾ പറഞ്ഞത് ഇന്ന് 16-ാം തീയതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാളെ 17-ാം തീയതി നിങ്ങൾ ട്രെയിനിങ് നടത്തും. എവിടെ? തിരുവനന്തപുരത്തിന് തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിങ്ങൾ ട്രെയിനിങ് നടത്തും. എന്തിനു വേണ്ടിയിട്ടാ? മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടേ. അരുൺകുമാർ, ഈ സാമാന്യ ബോധമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരൊന്ന് തെറ്റിദ്ധരിക്കേണ്ട. മാർച്ച് 31 ഈ പറഞ്ഞ സ്കീം പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും പണികളും മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് മാർച്ച് 17-ാം തീയതി നിങ്ങൾ ട്രെയിനിങ് നടത്തുന്നു. ഈ ട്രെയിനിങ് കഴിഞ്ഞ ആശാ വർക്കർമാർ പിന്നെ 14 ദിവസം കൊണ്ട് മുഴുവൻ പണികളും തീർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഈ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പാടില്ലേ? ഞങ്ങളുടെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു, ഞങ്ങൾ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കും. തൊട്ടടുത്ത വാചകത്തിൽ അരുൺകുമാർ അത് പറയുന്നുമുണ്ട്. എങ്ങനെയാ സമരക്കാർ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതും ഇത് പരിഗണിക്കാനോ പരിഹരിക്കാനോ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി എന്ന നിലയ്ക്ക് അത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ 2023 1000 രൂപ, അതിന് തൊട്ട് വർഷം മുമ്പ് 1000 രൂപ എന്ന ഗണത്തിൽ ഇതിപ്പോ 1000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് ഒരു സർക്കാർ ഈ വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തിക ശേഷി അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണ് വിമർശനം ഈ ആശാവർക്കർമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അത് വർദ്ധിപ്പിക്കാത്തതിൽ വിമർശനമുണ്ട്. പക്ഷേ കഴിയില്ല, സാമ്പത്തിക സ്ഥിതി അനുവദിക്കില്ല എന്നൊരു കാര്യമാണ് സർക്കാർ വ്യക്തമാക്കുന്നത് എങ്കിലോ? മാധു, എനിക്ക് അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട് മാധു ഇപ്പൊ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അരുൺകുമാർ പറഞ്ഞത് എന്താ? സമരം ചെയ്യുന്ന ആളുകൾ എന്തിനെ നേരിടാൻ തയ്യാറാകണം. അങ്ങനെയാണ് സമരത്തിന്റെ തീച്ചൂളയിലൂടെ ശക്തി പ്രാപിച്ച് പുറത്തേക്ക് വരുന്നത്, സമരം വിജയിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ശരിയാണ്. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ഈ സമരക്കാർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. എങ്ങനെ സമരം ചെയ്ത് വിജയിക്കണം, ഏത് വൈതരണികളെയും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയാലും അതിനെ തരണം ചെയ്ത് വിജയിക്കാനുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് നാളത്തെ ട്രെയിനിങ്. അങ്ങനെ നമ്മൾ കണ്ടാൽ മതി. അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി താങ്കൾ പറഞ്ഞ മാധു ചോദിച്ചെന്താ 1000-ൽ നിന്ന് 7000 രൂപയാക്കി. അതിന്റെ അർത്ഥം എന്താ? അപ്പോൾ സംസ്ഥാന സർക്കാരിന് കൂട്ടാൻ പറ്റുന്നതാണ് ഇവരുടെ വേതനം. അതല്ലേ അതിന്റെ അർത്ഥം?
സംസ്ഥാന സർക്കാരിന് കൂട്ടാൻ പറ്റുന്നതാണ്. ഇവർ ഇപ്പോഴും പറയുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാരിന് കൂട്ടാൻ പറ്റാത്തതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ 1000-ൽ നിന്ന് 7000 ആക്കാൻ പാടില്ലായിരുന്നു. ഇനി രണ്ടാമത്തത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കൂട്ടാൻ പറ്റാത്തത്. അതിനോട് നമുക്ക് വേറെ രീതിയിൽ ചർച്ച ചെയ്യാം. സാമ്പത്തിക ഒറ്റ കാര്യം കൂടി പറഞ്ഞ് പൂർത്തിയാക്കാം. 7000 രൂപയിൽ നിന്ന് കൂട്ടാൻ, അതായത് 232 രൂപയിൽ നിന്ന് അതിന് അധികമായിട്ട് കൂട്ടാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. KV തോമസിന്റെ യാത്രാപത്ത കൂട്ടാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലേ? കേരളത്തിൽ ഒരൊറ്റ കേസ് പോലും നേരാവണ്ണം വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം 10,000-കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രശ്നവും ബാധകമല്ലല്ലോ. PSC മെമ്പർമാർക്ക് 7500 രൂപ പ്രതിദിന കൂലിയുള്ള ആളുകൾക്ക് അത് 13,000 ആക്കി വർദ്ധിപ്പിക്കാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ മന്ത്രിമാർക്ക് 35,000 രൂപയുടെ കണ്ണട തോർത്തൊക്കെ മേടിക്കാൻ പറ്റും. അപ്പൊ അതിനൊന്നും സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ല. ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ, ഇപ്പൊ അരുൺകുമാർ പറഞ്ഞതുപോലെ മാർച്ച് 31-ന് എല്ലാ ജോലിയും തീർത്ത് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്തം തലയിൽ പേർന്ന ആശാ വർക്കർമാരുടെ 232 രൂപയിൽ നിന്ന് അത് 700-500 ഒക്കെ ആക്കി കൂട്ടി കൊടുക്കുന്നതിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഫെബ്രുവരി 19 ദേശാഭിമാനി വാർത്തയാണ്. ദേശാഭിമാനി വാർത്തയിൽ ആവർത്തിച്ച് അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്നത് കേരളത്തിലുള്ള ആശാവർക്കർമാർക്കാണ്. 13,200 രൂപ വരെ കിട്ടുന്നുണ്ട്. 500 രൂപ പോലും കയ്യിൽ കിട്ടാത്ത സാഹചര്യത്തിൽ നിന്നാണ് അതങ്ങനെ ഉണ്ടാകുന്നത്. 2012-13 വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ ഭരണകാലത്ത് ഏറെക്കുറെ സൗജന്യമായി ജോലി ചെയ്യുകയായിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രതിമാസ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ കിട്ടേണ്ട 500 രൂപയും നഷ്ടമാകും. 2016 ആകുമ്പോഴേക്കും ആകെ ഉയർത്താൻ കഴിഞ്ഞത് 1000 രൂപയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഉയർത്താൻ കഴിയും എന്ന് ഇന്നത്തെ പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ അന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ അത് ചെയ്യാത്തത് എന്നുകൂടി ചോദിക്കുന്നുണ്ട് പാർട്ടി പത്രം. അല്ല, രണ്ട് കാര്യമുണ്ട് മാധു. ഒന്ന്, ഇവർക്ക് 13,000 കൊടുത്തു എന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം ആളുകൾക്ക് കിട്ടി എന്നുള്ളത് ഈ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറയുന്ന കണക്കുകളിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. കേരളത്തിലെ പൊതുസമൂഹവും വിശ്വസിക്കുന്നു വിചാരിക്കുന്നില്ല. CPM-ന്റെ പ്രവർത്തകർ പോലും എത്രത്തോളം വിശ്വസിക്കുന്നു നമുക്ക് സംശയകരമാണ്. അത് വേറൊരു കാര്യം. പിന്നെ ഈ 13,000 കിട്ടിയെങ്കിൽ അത് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണോ? ഈ പാവപ്പെട്ട മനുഷ്യർ 18-20 മണിക്കൂർ പണിയെടുത്തിട്ടല്ലേ? 10,2,500 മനുഷ്യരെ കണ്ട് 500 വീട് സന്ദർശിച്ച് ഈ ഡാറ്റ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ? അതിന്റെ മേലെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് 1ാം സ്ഥാനത്താണുള്ള മേനി നടിക്കുന്നത്? അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഈ ഓണറേറിയം സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമല്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് അവകാശപ്പെട്ടതാണ്. അവകാശപ്പെട്ടതിന്റെ 100-ൽ 1 പോലും ഇല്ല. ഇനി രണ്ടാമത്തത്, പണ്ട് 500 അല്ലേ ഉണ്ടായുള്ളൂ, അത് 1000 ആക്കിയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അതിനുശേഷം വന്ന് 6000 ഞങ്ങളല്ലേ കൊടുത്തതെന്ന്. 9 വർഷമായി പിണറായി സർക്കാർ ഭരിക്കുന്നു. ആ 500-ൽ നിന്ന് 1000 ആക്കി വർദ്ധിപ്പിച്ച സമയത്ത് ഈ കേരളത്തിൽ ആശാവർക്കർമാർ ചെയ്യുന്ന തൊഴിലിനേക്കാൾ അവർ ചെയ്യുന്ന കഠിന പ്രയത്നത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇന്ന് അവർ ചെയ്യുന്ന ജോലി. സംസ്ഥാന സർക്കാരിന് വേണ്ടി വിവിധ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു, സർവേകൾ നടത്തുന്നു, വിവിധ പണികൾ ചെയ്യുന്നു. ഒരു നേഴ്സ് ഇല്ലെങ്കിൽ ആ നേഴ്സിന്റെ പണി കൂടി ഇവർ ചെയ്യുന്നുണ്ട്. നമുക്ക് യാഥാർത്ഥ്യം പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ. അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്നത്തെ, അന്നത്തെ വിലക്കയറ്റ തോതല്ല ഇന്നത്തെ, അന്നത്തെ അരിയുടെ വിലയാണോ ഇന്നത്തെ അരിയുടെ വില, അന്നത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണോ ഇന്നത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, അന്നത്തെ വൈദ്യുതി ചാർജാണ് ഇന്നത്തെ വൈദ്യുതി ചാർജ്, അന്നത്തെ വെള്ളക്കരമാണ് ഇന്നത്തെ വെള്ളക്കരം, അന്നത്തെ വീട്ടുകാരമാണ് ഇന്നത്തെ വീട്ടുകാരം. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ദേശാഭിമാനി പോലെയുള്ള പത്രത്തെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതാണ് ആധികാരിക രേഖ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ പോലും ഒരു ആധികാരിക രേഖ എന്നല്ല, ഞാൻ പാർട്ടിയുടെ വാദം എന്നാണ് പറഞ്ഞത്. 2012 മുതൽ 2016 വരെ ആകെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് 500 രൂപയാണ് എന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. അതല്ല എങ്കിൽ അങ്ങ് തിരുത്തിക്കോളൂ. അതിപ്പോ CPM-ന്റെ ഒരു വാദം അങ്ങയോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിനെ എതിർക്കാൻ അങ്ങല്ലേ പാർട്ടി അയച്ചിരിക്കുന്ന ഔദ്യോഗിക പ്രതിനിധി. അപ്പൊ എനിക്ക് അങ്ങയോടല്ലേ ചോദിക്കേണ്ടത്. അത് ആധികാരിക രേഖയായി കാണാനുള്ള ഒന്നും തൽക്കാലം എനിക്ക് അങ്ങ് ചാർത്തി തരരുത്. ഞാൻ അങ്ങനെ ചാർത്തി തന്നല്ല, ഞാൻ മാധുവിനെ അതിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യാണ്. ദേശാഭിമാനി ഒരു ആധികാരിക രേഖയല്ലെന്ന് നമുക്ക് കുറച്ചു പേർക്കെങ്കിലും ബോധ്യം ഉണ്ടാകുന്നതും കൂടി നല്ലതാണല്ലോ. അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് മാത്രമല്ല, UDF സർക്കാരിന്റെ കാലത്ത് 500-ൽ നിന്ന് 1000 ആക്കി വർദ്ധിപ്പിക്കാനേ സാധിച്ചുള്ളത് ഒരു കുറവല്ല മാധു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അന്നത്തെ ജീവിത നിലവാരം, അന്നത്തെ ജീവിത ചെലവ്, അന്നത്തെ കഷ്ടപ്പാട്, ദുരിതം, ഇതൊക്കെ ഇന്നത്തെ പോലെയാണോ? അന്ന് എത്ര ജോലി ചെയ്യുന്നു അതിന്റെ എത്ര ഇരട്ടിയാണ് ഇന്ന് ചെയ്യുന്ന ജോലികൾ. അന്നത്തെ വിലക്കയറ്റ തോത് ഇന്നത്തെ വിലക്കയറ്റ തോതായിട്ട് കമ്പയർ ചെയ്യാൻ LDF-ന്റെ പ്രതിനിധിക്ക് സാധിക്കുമോ? അന്ന് 2 രൂപ പെട്രോളിന് സെസ്സായിട്ട് മേടിക്കുന്നുണ്ടോ? ഇന്ന് പുറത്തിറങ്ങിയാൽ മനുഷ്യനൊന്ന് 4 വർഷം കൊണ്ട് 500 രൂപ, 8 വർഷം കൊണ്ട് 6000 രൂപ എന്ന് പറയുന്ന കണക്ക് അങ്ങനെ അങ്ങ് താരതമ്യം ചെയ്ത് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല കേട്ടോ. അത് ആര് പറഞ്ഞാലും അങ്ങനെയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഉല്ലാസ് ബാബു, ഇതിപ്പോ മാധു ആ വിഷയങ്ങളെ കുറിച്ച് കൂടി പറയണം. അന്ന് ചെയ്ത ജോലികളുടെ എണ്ണം കൂടി ഒന്ന് പരിശോധിക്കണം മാധു. അന്ന് എത്ര ജോലികൾ കേരളത്തിലെ ആശാ വർക്കർമാർക്കുണ്ടായിരുന്നു? അതങ്ങേക്ക് ഉന്നയിക്കാം. ശരി,
ഏതാണ്ട് അതായത് 32 ഇനം ജോലികളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ അടക്കം ഇപ്പോഴും ആശാവർക്കർമാർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഏറെക്കുറെ ഇരട്ടി നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ആധികാരികമായ കാര്യം തന്നെയാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഉല്ലാസ് ബാബു, കേന്ദ്രം വിഹിതം നൽകാത്തത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കാതെ ഇനി ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയാണ്, കേന്ദ്രമാണ് നൽകേണ്ടത്, സംസ്ഥാനത്തിന് പരിഗണിക്കാനോ പരിഹരിക്കാനോ കഴിയുന്ന ഒന്നല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിൽ അതായത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി 2000 രൂപ വിഹിതം വോളണ്ടിയേഴ്സായിട്ട് ഈ ജോലി ചെയ്യാനുള്ളൊരു പദ്ധതി ശരി. പക്ഷേ ഇവരുടെ ഈ ജോലി ഭാരവും സംഭാവനകളും കാലാനുസൃതമായി അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ലേ? അതിനോടൊരു വിമുഖത എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്നത്? ഇല്ല മധു, ഇതിനകത്ത് യാതൊരു വിമുഖതയുമില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് കണക്കും കാര്യങ്ങളും പ്രായോഗികതയൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ ഇപ്പോൾ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സർക്കാർ ഇപ്പോൾ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആശാവർക്കർമാർ അമ്മമാർ ചെയ്യുന്ന സമരം ഇവർക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ നേതാക്കന്മാരടങ്ങുന്ന സമൂഹം, ഇവരുടെ മന്ത്രിമാരടങ്ങുന്ന സമൂഹം അത് അവർക്ക് ഇഷ്ടമായിട്ടില്ല ഇവർ സമരം ചെയ്യുന്നത്. അപ്പോൾ അതിനെ പൊളിക്കണം. അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റും? ഇവർ വലിയ പാർട്ടി ക്ലാസ് നടത്തുന്ന ആളുകളല്ലേ. അപ്പോൾ ഇവരൊരു ക്ലാസ് തീരുമാനിച്ചു. ആ ക്ലാസ് തീരുമാനിച്ചിട്ട് ഇവർ പൊളിക്കാൻ തീരുമാനിച്ചതിന് അതിനവർക്ക് കേന്ദ്രത്തിന് കുറ്റം പറയണം. എന്ത് 13 ദിവസം 30-ാം തീയതിക്കുള്ളിൽ കാര്യങ്ങൾ ഇത് ഇവർക്ക് ഇന്ന് അറിയണ്ടായിരുന്നുള്ളൂ. മാർച്ച് 30-ാം തീയതിക്കുള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇവരെന്താ കൊടുക്കാവുന്ന കാര്യങ്ങൾ എന്താ? കഴിഞ്ഞ തവണ ഇവർ കോബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരെന്താ തീരുമാനം എടുക്കാഞ്ഞത്? ഇവർ കേന്ദ്രത്തിന് കത്ത് എഴുതുകയാണ് ചെയ്തത്, ഞങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ആ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യേണ്ടതാണ്. കേന്ദ്രം പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ സമൂഹത്തിനകത്ത് കൃത്യമായി പ്രവർത്തനം നടത്തേണ്ടതെന്ന ബോധ്യം ഈ സർക്കാരിനുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ തോൽപ്പിക്കണം. ആരോട് ഇവർ തോൽപ്പിക്കാൻ പോകുന്നത്? ഈ പാവപ്പെട്ട അമ്മമാരോടോ? ഈ ഒരു ദിവസത്തെ വേതനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമരം ചെയ്യുന്ന അമ്മമാരുടെ സമരത്തെക്കുറിച്ചും അല്ലെങ്കിൽ സമരത്തിന് വരേണ്ട ത്യാഗത്തെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞു. അരുൺകുമാറെ, നിങ്ങളുടെ മേലാളന്മാർ ഈ അമ്മമാരിരിക്കുന്നതിന് മുമ്പ് കൂടെ വണ്ടി ഓടിച്ച് AC വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്ര ചെയ്യുന്നില്ലേ? യാത്ര ചെയ്യുന്ന സമയത്ത് ആ ആരോഗ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, ഓർക്ക് ഈ അമ്മമാരെ വിളിച്ചിരുത്തിയിട്ട് ചില പ്രയാസങ്ങൾ സർക്കാരിനുണ്ട്, സർക്കാരിന് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാനുള്ളതാണ് എന്നും നിങ്ങൾക്ക് അത് അർഹതയുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള കാശും കൂടി കൂട്ടി നിങ്ങൾക്ക് വേഗം ആ കാര്യത്തിലാക്കി തരാനുള്ള പ്രയത്നം ഞാൻ എടുക്കാം എന്നൊരു കാര്യം, ഒരു സൂചന കൊടുത്ത് അവരോടൊന്ന് എന്താ പറയുക, ഒരു അനുഭാവപൂർവ്വം സംസാരിച്ചാൽ തീരാവുന്നൊരു വിഷയമല്ലേ ഉള്ളൂ. ആ വിഷയത്തിനപ്പുറത്ത് നിങ്ങൾ അവരെ എന്തൊക്കെയാ പറഞ്ഞത്? അവരെ കൊഞ്ഞനം കുത്ത, പാർട്ടി പത്രത്തിൽ മോശമാക്കുക, തീർന്ന പ്രശ്നമല്ല. ഇത് അവരുടെ സാമ്പത്തിക ആവശ്യം കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് പറഞ്ഞ് സാരമില്ല, പോട്ടേന്ന് പുറത്തോട്ടി കൊടുത്താൽ തീർന്ന പ്രശ്നമല്ല. അവിടെ ഇപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ കേന്ദ്രമന്ത്രി വരികയുണ്ടായി, അദ്ദേഹം തുടർച്ചയായ ദിവസങ്ങൾ വരികയുണ്ടായി. അതിനുശേഷം ഇനി ഉത്തരവുമായി അങ്ങോട്ട് വന്നാൽ മതി എന്നൊരു നിലപാട് ആശാവർക്കർമാർ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനപ്പുറത്ത് കൃത്യമായ ഒരു എമ്പതി കാണിക്കണ്ടേ? മധു, ഞാനൊക്കെ പറയട്ടെ, പുറത്ത് തട്ടിവിടാനല്ല ഞാൻ പറഞ്ഞത്. അത് പരിഗണിക്കപ്പെടും എന്ന് ഉറപ്പ് ഇവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കേന്ദ്രമന്ത്രി അത് കൃത്യമായിട്ട് കേന്ദ്രമന്ത്രി ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നേ. ഏറ്റെടുത്ത വിഷയമാണല്ലോ. ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കേന്ദ്രത്തിന്റെ ബഹുമാനനായിട്ടുള്ള ശ്രീ JP നഡ്ഡ പാർലമെന്റിൽ കൃത്യമായി പറഞ്ഞില്ലേ, പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് കൃത്യമായി പരിഗണിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടിയും കേരളത്തിലെ മന്ത്രി പറഞ്ഞല്ലോ, കേന്ദ്രമന്ത്രി, എന്താ? DBT സിസ്റ്റം എന്ന് പറയപ്പെടുന്ന ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഇവർക്ക് കിട്ടേണ്ടുന്ന പൈസ ഇവരിലേക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതികളുമായിട്ട് പ്രവർത്തനം ആരംഭിക്കും. അതിനുവേണ്ടി പണിയെടുക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം എന്താണോ വേണ്ടത്, ഏതെല്ലാം സ്ഥലത്താണോ പറയേണ്ടത്, അത് ഞാൻ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കോളാം, പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഇടപെടൽ തന്നെയാണ്. ഇടപെടലുകൾ പറഞ്ഞ വാക്ക് മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനും കൂടി പ്രാപ്തിയുള്ള വ്യക്തി തന്നെയാണ് കേന്ദ്രമന്ത്രി. ഞാൻ നേരത്തെ ശ്രീ അരുൺകുമാറോട് ആവർത്തിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറയുന്ന സമരം നടത്തുന്ന ആളുകളെ പിരിച്ചുവിടില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന്. അരുൺകുമാർ അത്തരം ഉറപ്പുകളൊന്നും നൽകാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് ചോദിക്കാൻ, ശ്രീ ഉല്ലാസ് ബാബുവിനോട് ഡയറക്റ്റായി ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര വിഹിതം വർഷങ്ങളായി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കേരളം ആധികാരികമായി പറയുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര വിഹിതത്തിൽ വർധനയുണ്ടാകുമോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊക്കെ സംസാരിച്ചല്ലോ. കേന്ദ്ര വിഹിതത്തിൽ വർധനയുണ്ടാകുമെന്നൊരു ഉറപ്പ് പറയാൻ കഴിയുമോ?
100% കേന്ദ്ര വിഹിതത്തിൽ കൃത്യമായിട്ടുള്ള വർധനവും 100% ഉണ്ടാവും. അത് കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രി തന്നെ അത് ബോധ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിവേഗം ആ കാര്യത്തിൽ നടപടി ഉണ്ടാവും. പക്ഷെ കേരളത്തിന് അത് ഇട്ടുകൊടുത്തിട്ട് ഇവർക്ക് വകമാറ്റി ചെലവഴിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഉണ്ടാകില്ല. അത് ഇവർക്ക് കൃത്യമായി നേരിട്ട് എത്തിക്കുന്ന രീതിയിൽ വരെ ഇടപെടേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ് മാധു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ അമ്മമാരോട് കാണിക്കുന്ന പുച്ഛത്തിനെതിരെയാണ് മാധു നമ്മൾ പ്രവർത്തിക്കേണ്ടത്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് കൊടുക്കില്ല. അത് ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണോ അവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫെഡറൽ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അല്ല മാധു, ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാരിന് ഇവർക്ക് കൊടുക്കേണ്ട കാശ് കിട്ടിയില്ല എന്ന് നുണ പറഞ്ഞത് നിയമസഭയിൽ പ്രഖ്യാപിച്ചതാരാ? എന്താണ് ഇവർക്ക് കിട്ടിയ കാശ് കൃത്യമായി കൊടുക്കാഞ്ഞത്? എന്തടിസ്ഥാനത്തിലായിരുന്നു ഇവർക്ക് അർഹതയുള്ള പൈസ അവർ വേണ്ടെന്ന് വെച്ചത്? ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നയം പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സർക്കുലർ വന്ന സമയത്ത് ആ സർക്കുലർ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം? സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാർക്ക് കിട്ടേണ്ട പൈസ കൊടുക്കാതിരിക്കാനും അത് വാങ്ങിക്കാതിരിക്കാനും ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് എന്താ അധികാരമുള്ളത്? അവർ എന്തടിസ്ഥാനത്തിലാണ് നുണ പറഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ് അവർ നിയമസഭയിൽ അനാവശ്യമായ കണക്കുകൾ പറഞ്ഞത്? കേന്ദ്രത്തിന് എന്തടിസ്ഥാനത്തിലാണ് അവർ കുറ്റപ്പെടുത്തിയത്? നിയമപരമായി നേരിടാനുള്ള സംവിധാനം നിലവിലത്തെ ഘടന അനുസരിച്ച് തന്നെ കേന്ദ്ര സർക്കാരിനുണ്ട്. അല്ലാതെ ഇനി സംസ്ഥാനം വഴി പണം കൊടുക്കില്ല എന്ന നിലപാടെന്ന് പറയുന്നത് വ്യക്തിപരമായി സ്റ്റേറ്റ് വ്യക്തിയായി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ്. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലല്ലോ വ്യവസ്ഥ, അതല്ലല്ലോ രീതി. അല്ല, DBT സിസ്റ്റം കൊണ്ടുവന്നൊരു കുഴപ്പമില്ല. ആ അമ്മമാർക്ക് നേരിട്ട് കിട്ടേണ്ട പൈസ വകമായിട്ട് ചെലവഴിച്ചിട്ട് ഇവർ വണ്ടി മേടിക്കാനും വാഹനം മേടിക്കാനും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും എടുക്കുമ്പോൾ അത് അവർക്ക് കിട്ടേണ്ട പൈസ അവർക്ക് കിട്ടട്ടെ എന്ന് മാധു. സ്വാഭാവികമായിട്ട് അതിന് പ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെങ്കിൽ, അത് പ്രാപ്തിയുള്ള സർക്കാർ അപ്പുറത്തുണ്ടെങ്കിൽ അവർ കൃത്യമായി അമ്മമാർക്ക് കൃത്യമായി എത്തിക്കേണ്ട മാത്രമല്ല കേൾക്കുന്നത് ഇതിനു മുമ്പും ആശാവർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ്. KP റോസമ്മ, സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാനും പരിഹരിക്കാനും കഴിയാത്ത കാര്യം കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. നിങ്ങളുടെ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന 2 വാദഗതികളാണിത്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും ഭാഗത്തു നിന്ന് നിങ്ങൾ ആരോട് സമരം ചെയ്യും, ആരോട് ചോദിക്കും, ആര് നിങ്ങൾക്ക് പരിഹാരം നൽകും? കഴിഞ്ഞ 35 ദിവസമായി ഞങ്ങൾ ഈ സമരഭൂമിയിൽ വന്നിട്ട് ഞങ്ങൾ സമരം ചെയ്യാൻ ആഗ്രഹവുമായിട്ടുമല്ല വന്നത്. സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് കൃത്യമായി ഓണറേറിയം അതാത് മാസങ്ങളിൽ തന്നായിരുന്നു എങ്കിൽ ഞങ്ങൾ ഈ കാര്യമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ 35 ദിവസം കഴിയേണ്ടി വരില്ലായിരുന്നു. പിന്നെ ഈ 62 വയസ്സിലെ ഉത്തരവ് വിരമിക്കൽ പ്രായം നിശ്ചയിച്ചതും ഈ ഗവൺമെൻറ്റാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഞങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് 62 വയസ്സിലൊരു ഉത്തരവ് പ്രഖ്യാപിച്ചത്. അന്ന് ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന വളരെ നല്ല രീതിയിലൊരു സമരം ചെയ്തത് കണ്ടാണ് ആരോഗ്യമന്ത്രി എന്ന് ആ ഉത്തരവ് ഫ്രീസ് ചെയ്യപ്പെട്ടത്. ഈ 62 വയസ്സിൽ ഞങ്ങൾ വെറും കൈയോടെ പറഞ്ഞു വിടാൻ ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇപ്പം ഞങ്ങൾ 18 വർഷമാവുക ഞങ്ങൾ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അന്ന് എല്ലാവരും പറയുന്നത് 500 അന്ന് തന്നില്ലേ, 1000 അന്ന് തന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് വെറും 3 ഭാഗം ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമുള്ള ജോലിക്ക് ഞങ്ങൾക്ക് പോകാം. ടൈം പാസിന് വേണ്ടി ഞങ്ങൾക്ക് ഒന്ന് കറങ്ങിയാൽ തീരാവുന്ന സമയം മതിയായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് 45-ലധികം ജോലിയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ രാത്രി 12:30-1 മണിക്ക് പോലും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ട ഗതികേടില്ല. ഇങ്ങനെ ഞങ്ങൾ നിരന്തരം ജോലി ചെയ്ത്, എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ജോലി ചെയ്യാൻ. എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം നമ്മുടെ തൊട്ടയൽവക്കത്തുള്ളവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ചിരിയ സന്തോഷം കൂടി പകരം കിട്ടുന്നുണ്ട്. അതെ, അങ്ങനെയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾ ഈ 18 വർഷം കൊണ്ട് 500 രൂപ തരുമ്പോൾ ഞങ്ങൾക്ക് മിക്കവാറും 2 മാസം കൂടിയെങ്കിലും കിട്ടുമായിരുന്നു. ഈ ഓണറേറിയം ഇപ്പോൾ 7000 ആക്കി എന്ന് പറയുന്നത് വെറും 232 രൂപയാണ്. ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ചിങ്ങമാസത്തിലെ തിരുവോണം കേരളത്തിലെ പട്ടിക്കും പൂച്ചയ്ക്കുമുണ്ട്. അതേസമയം ഞങ്ങൾക്കൊരു തിരുവോണമില്ല, ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ ഇല്ല, ഞായറില്ല, സെക്കൻഡ് സാറ്റർഡേ ഇല്ല, ഒരു അവധി ദിവസങ്ങളും ഇല്ലാതെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഈ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് പോലും ഉത്രാടത്തിനന്ന് വൈകിട്ടാണ് ഞങ്ങളുടെയൊക്കെ അക്കൗണ്ടുകളിൽ കാശെത്തുന്നത്. പാച്ചിൽ നിങ്ങൾക്കാണ്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇനിയും ഇത് ആവർത്തിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പല പ്രാവശ്യവും സർക്കാരിനോട്, സർക്കാരാണ് ഞങ്ങളുടെ ജോലിക്ക് നിശ്ചയിച്ചിട്ടിരിക്കുന്ന കേരള സർക്കാരാണ്,
സർക്കാരിൻ്റെ അടുത്ത് പല പ്രാവശ്യവും ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെയും അത് പരിഹരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 2022 മാർച്ച് 2 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, ഞങ്ങളോട് ഇറങ്ങിപ്പോയിക്കോളാൻ. ഒരു വിരമിക്കൽ ആനുകൂല്യം ഒന്നും തരാതെ വെറും കൈയോടെ ഞങ്ങളെ പറഞ്ഞയക്കാൻ എങ്ങനെ ഈ ഇടതുപക്ഷമെന്നല്ല, ഈ തൊഴിലാളി സർക്കാരിന് എങ്ങനെ സാധിച്ചു എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് വിഷമമാണ് ഇപ്പം ഞങ്ങളെ ശരിക്കും പറയുകയാണെങ്കിൽ കേന്ദ്രവും കേരളവും ഇവർ രണ്ടുപേരും, സംസ്ഥാനവും കേന്ദ്രവും ഞങ്ങളെ ഫുട്ബോൾ തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന ഒരു വല്ലാത്തൊരു നിസ്സഹായതയാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. ഇതിൽ അടിയന്തരമായിട്ടും കേരള സർക്കാർ ഇടപെടണം. ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത പശ്ചിമ ബംഗാൾ, അവിടെ ഒരു സ്ത്രീയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. കൃത്യമായിട്ടും കഴിഞ്ഞ 2022 മുതൽ 5 ലക്ഷം രൂപ വീതം വിരമിക്കൽ ആനുകൂല്യമായി അവിടുത്തെ ആശാവർക്കർമാർ കൈപ്പറ്റുന്നുണ്ട്. തൊട്ടടുത്ത ആന്ധ്രാപ്രദേശിൽ മെറ്റേണിറ്റി ലീവ് സഹിതം മറ്റുള്ള ലീവ് സഹിതം നല്ല ഒരു ശതമാനം ക്യാഷ് കൈപ്പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ 7000 രൂപ എന്ന് പറയുന്ന 232 രൂപയിൽ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്കത് തരുന്നത്. 4300, 5300 വരെ കിട്ടുന്ന ആശമാരുണ്ട്. ഈ സർക്കാർ പറയുന്ന ഈ 7000 എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് സമയത്ത് പോലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ഇനി കേന്ദ്രം ഞങ്ങളെ തട്ടിക്കളിച്ചാലും സംസ്ഥാനം ഞങ്ങളെ തട്ടിക്കളിച്ചാലും, ഞങ്ങൾ ഈ 35 ദിവസം ഞങ്ങൾ ഈ സമരഭൂമിയിൽ ഈ വെയിലും മഴയും ഏറ്റിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ മനക്കരുത്തോടു കൂടി പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടാതെ, ഞങ്ങൾ നിയമപരമായിട്ടുള്ള ആനുകൂല്യമാണ് ചോദിച്ചത്, ഒന്നും ഈ രാജ്യത്ത് നടപ്പാക്കത്തല്ല. ഒരു മന്ത്രിയുടെ PA 2.5 വർഷം ജോലി ചെയ്യുമ്പം ആജീവനാന്ത പെൻഷൻ കൈപ്പറ്റുന്ന ഈ മണ്ണിൽ ഞങ്ങളുടെ ഈ നിസ്സാരപ്പെട്ട വേതനം തരാൻ പറ്റാത്ത സർക്കാരൊന്നുമല്ല ഇത്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് തന്നെയാണ്. ഞങ്ങൾ ചോദിച്ചത് തികച്ചും ന്യായമാണ്. ഞങ്ങളിത് കിട്ടാതെ പിന്മാറുന്ന യാതൊരു പ്രശ്നവുമില്ല. ഇത് കിട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ ഒരടി പുറകോട്ട് പോകൂ. ശരി, ഓക്കെ. വളരെ ആർജവത്തോടു കൂടി നിശ്ചയദാർഢ്യത്തോടുള്ള വാക്കുകളാണ് ശ്രീമതി KP റോസമ്മ പറയുകയും ചെയ്തത്. ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ കേന്ദ്രം വിഹിതം പൂർണ്ണമായും നൽകിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം JP നദ്ദ പാർലമെന്റിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പാർലമെന്റിൽ പറയുന്ന ഒരു കാര്യമാണ്, ആധികാരികമായിട്ടല്ലാതെ പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരും, നമ്മുടെ MP മാർക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയും, അങ്ങനെ പലതും കഴിയും. അപ്പോൾ കേന്ദ്രം പറയുന്ന കാര്യം കള്ളമാണ് എന്നൊരു വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഇപ്പോൾ ശ്രീ KP റോസമ്മ പറയുന്നത് പോലെ മറ്റു സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ വിരമിക്കൽ ആനുകൂല്യം അടക്കം കൊടുക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുമല്ല, നമ്മളങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പിന്നാലെ പോകുന്നൊരു സംസ്ഥാനമല്ലോ. നമ്മൾ നമ്പർ 1 നമ്മൾ മുന്നോട്ട് പോകുന്നതും കേരളത്തെ കണ്ടുപഠിക്കുമെന്ന് ലോകത്തോട് പറയുന്നവരുമൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ചില സംഭവഗതികൾ ലോകത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇനി പരിഗണിക്കാനോ പരിഹരിക്കാനോ കഴിയില്ല എന്ന് പറയുന്നതല്ലാതെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിരമിക്കൽ ആനുകൂല്യം അടക്കം കൊടുക്കേണ്ടതാണ് എന്ന് സർക്കാർ കാണുന്നുണ്ട്. നമുക്കത് വരുന്ന വഴിക്ക് പരിഗണിക്കാം എന്നുപോലും അതൊന്ന് ലഘൂകരിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യം എന്താണ് അരുൺകുമാർ? യെസ്, ഇവിടെ ആദ്യം കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ചില വാചകമുണ്ട്. കർണാടകത്തിലുള്ളത് തരണം. മാധുവിൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ കർണാടക ബജറ്റ് ബജറ്റിൻ്റെ കോപ്പി അയച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്, എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചതെന്ന്. 5000 രൂപയാണ് കർണാടകത്തിലുള്ളത്, 1000 രൂപ വർദ്ധിപ്പിച്ചു. ദ ഹോണറേറിയം ഓഫ് ആശാ വർക്കേഴ്സ് വിൽ ബി എൻഹാൻസ്ഡ് ബൈ 1000 ബൈ പ്രൊവൈഡിംഗ് ടീം ബേസ്ഡ് ഇൻസെന്റീവ്. 148ാമത്തെ പാരഗ്രാഫ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്, എൻ്റെ എല്ലാ കോപ്പിയും അയച്ചിട്ടുണ്ട്. വളരെ വന്ന് പച്ചയായ നുണ പറയുക. 10000 രൂപ എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. 5000 രൂപയുള്ളത് 1000 രൂപ കൂടി കൂട്ടി 6000 എന്നാണ് കർണാടകത്തിൽ പ്രഖ്യാപിച്ചത്. 1 രൂപ പോലും കൂട്ടി കൊടുത്തിട്ടില്ല, പ്രഖ്യാപനമുണ്ട്. പിന്നെ പറയുന്നു രാത്രി വന്ന് ടാർപ്പളിൻ അയച്ചു മാറ്റി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു സെക്രട്ടേറിയറ്റ് മുമ്പിൽ പന്തൽ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ ഹൈക്കോടതി വിളിച്ചു വരുത്തി. ആ നടപടി തുടരുമ്പോൾ അവർ ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ട്രെയിനിങ് ഇപ്പൊ നടത്തിയില്ലെങ്കിൽ എന്താണ് കേന്ദ്രം? ഹൈക്കോടതി പാതയടച്ച സമരപ്പന്തലോ സമ്മേളന പന്തലോ ഒക്കെ കെട്ടരുതെന്ന് കൂടി ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. നമ്മൾ അതൊക്കെ കൃത്യമായി കേൾക്കാറോ അനുസരിക്കാറോ ഒക്കെ ഉണ്ടല്ലേ?
2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ജില്ല മുഴുവൻ സ്തംഭിപ്പിച്ചു. എന്തേ ഹൈക്കോടതി അത് കാണാതെ പോയത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം പ്രത്യേക നിയമമുള്ള നാടൊന്നുമല്ല, ജനാധിപത്യ നാടാണ്. സർക്കാരും പോലീസും അല്ലേ? എന്തുകൊണ്ടാണ് ഈ ആശാവർക്കന്മാരുടെ സമരം പൊളിച്ചതുപോലെ നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ആചാരത്തിന്റെ കാര്യത്തിലൊന്നും പോയി തൊടാതിരുന്നത്? ചോദിക്കാൻ പറയാൻ ആളുണ്ടാവും എല്ലാവരും. അല്ലല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ അനുവാദം വേണം. അത് കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെയും അനുവാദം ഉണ്ടെങ്കിൽ നടത്താൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ പോളിസി. ആ പോളിസി നിയമസഭയിൽ ബില്ലാക്കി കൊണ്ടുവന്നത് ശരിയല്ല. ഏത് കോർപ്പറേഷൻ അനുമതി വാങ്ങിയിട്ടാണ് വഞ്ചൂര് സമരപന്തൽ കിട്ടിയത്? അല്ല, വഞ്ചൂര് സമ്മേളന പന്തൽ കിട്ടിയത്? മധു, ഇത് ഞായറാഴ്ച നിങ്ങളുടെ ഈ 1 മണിക്കൂർ ചർച്ചയിൽ വന്നിരിക്കുന്നതേ ഈ 5 പേർക്ക് അലോട്ട് ചെയ്യുന്നതിൽ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 6 മിനിറ്റെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലാതെ വേറെ പ്രത്യേക അസുഖമുള്ളതുകൊണ്ടല്ല. നിങ്ങൾ 3 പേർ ചർച്ച ചെയ്യുമ്പോഴും ഇടപെടുന്നില്ല. ഞാൻ ഒരു വാചകം പറയുമ്പോഴേക്കും ഇടപെടുന്ന ഈ മര്യാദകേട് കാണിക്കരുത്. മര്യാദകേടാണെന്ന് തോന്നിയ അരുൺ പറഞ്ഞു, ഞാൻ ആനുപാതികമായിട്ടുള്ള സമയം. അല്ല, എന്നോട് ക്ഷമിക്കും. അല്ല, അങ്ങനെ തുടർച്ച ഇടപെട്ടു എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷേ പറയണം കേട്ടോ, ഇവിടെ സമരങ്ങൾ നടത്താനും പ്രതിഷേധങ്ങൾ നടത്താനും സമരങ്ങൾ നടത്താനും പ്രതിഷേധങ്ങൾ നടത്താനും ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ചിലത് കാണുകയും ചിലത് കാണാതെ പോവുകയും ചെയ്ത കോടതി നടപടിയാണ് ഞാൻ വിമർശിച്ചത്. അത് ഇനിയും വിമർശിക്കും. വിമർശിക്കാനുള്ള ആവേശവും ചങ്കുറ്റവും അറിവും എനിക്ക് ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ ആർജവം എനിക്കും ഉണ്ടാവണ്ടേ? ഇല്ലില്ല, സർക്കാർ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നയം അഫിഡവിറ്റ് മൂലം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും വ്യക്തമാക്കും. ഇനി ആ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തും. നിയമസഭയിൽ കൊണ്ടുവന്ന് ബില്ല് പാസാക്കി നിയമമാക്കും. ഇത്തരത്തിൽ പ്രതിഷേധവും അനുഷ്ഠാനവും ഒക്കെ നടത്താനുള്ള അവകാശം സംരക്ഷിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇവിടെ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, 800 മാറ്റി ഒരു പ്രഖ്യാപനം നടത്തി. ആ ഇച്ഛാശക്തിയിൽ അവർ പെടില്ലേ? നിങ്ങളെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ല മിസ്റ്റർ, അല്ല, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ഒരു സൈഡ് മാത്രം കാണുന്നു, ഒരു കണ്ണുകൊണ്ട് മാത്രം കാണുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഹൈക്കോടതി വിധികളുണ്ട്. ഈ ഹൈക്കോടതി വിധികൾ എപ്പോഴാണ് അസ്ഥിരപ്പെടുന്നത്? നിയമനിർമ്മാണ സഭ നിയമം പാസാക്കുമ്പോഴാണ്. സുപ്രീം ആയിട്ട് വരുന്നത് കോടതി വിധികളല്ല, നിയമസഭയും ലോകസഭയും പാസാക്കുന്ന നിയമമാണ്. ആ നിയമം ഇപ്പോൾ അല്ലെങ്കിൽ പാസാക്കുന്ന സാഹചര്യമില്ല. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റിലുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി ഓരോരുത്തരെ വിളിച്ചു വരുത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ ചില ഡയറക്ഷൻസ് ഉണ്ട്. അത് ഗവൺമെന്റ് നടപ്പാക്കിയേ പറ്റൂ. അതാണ് പറഞ്ഞത്. അത് പോസിറ്റീവായിട്ട് കാണുക. എന്തെങ്കിലും ഇടതുപക്ഷ വിരുദ്ധത വച്ചിട്ട് സംസാരിക്കല്ലേ? നിങ്ങൾ പറയുന്ന കാര്യം മാത്രം ഞാൻ പോസിറ്റീവായിട്ട് കാണാം. നിങ്ങൾ പറയുന്നത് എല്ലാം പോസിറ്റീവ്, മറ്റുള്ളവർ പറയുന്നതൊക്കെ നെഗറ്റീവ്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കേരളവും ഈ പോസിറ്റിവിറ്റിയും എല്ലാം നിങ്ങൾക്ക് കുത്തകയാണല്ലോ. മറ്റുള്ള ചോദ്യങ്ങളൊക്കെ നെഗറ്റീവ്. ഒന്നുമല്ല, ഈ ഇടപെടുന്ന നെഗറ്റീവ് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റാരോടും ഇടപെടാൻ തോന്നില്ല. CPM-ന്റെ പ്രതിനിധി ഒരു വാചകം പറയുമ്പോഴും നിങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കണം. അത് നിങ്ങളുടെ തൊഴിലാക്കി മാറ്റി. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ എത്ര തവണ പറഞ്ഞു, താങ്കൾ എത്ര തവണ ഇടപെട്ടു. ഞാൻ 4 സെന്റൻസ് പറഞ്ഞു, നിങ്ങൾ 5 തവണ ഇടപെട്ടു. ഇനിയും നിങ്ങൾ ഇടപെട്ടോ? ഇനി നമുക്ക് അടുത്ത ചർച്ചയിൽ ആലോചിച്ചാൽ മതിയല്ലോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, വേതനം 1000-ൽ നിന്ന് 7000 ആക്കി മാറ്റാവുന്നവർ എന്തുകൊണ്ട് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല? മിസ്റ്റർ, അത് വേതനമല്ല, കൂലിയല്ല, അത് ശമ്പളമല്ല, അത് ഓണറേറിയമാണ്. ഓണറേറിയത്തിന്റെ കാര്യവും ഇൻസെന്റീവും അതും മാറ്റി ഇവർക്ക് വേതനം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നതാണ് ഇവിടെ CITU അടക്കം ആവശ്യപ്പെടുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്രയും വലിയ വായിൽ സംസാരിച്ചല്ലോ, എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്താത്തത്? INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എന്താ പറഞ്ഞേ? ഈ നടക്കുന്ന സമരപ്രഹസനമാണ്, യഥാർത്ഥത്തിലുള്ള സമരമല്ല. കോൺഗ്രസ് വലിയ പ്രസ്ഥാനമല്ലേ? നിങ്ങളുടെ തൊഴിലാളികൾക്ക് പോലും ഇല്ലാത്ത ആവശ്യം ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആ ആവശ്യത്തെ, നിങ്ങളുടെ തൊഴിലാളി വർഗത്തെ തള്ളി പറയുന്ന നിലപാടല്ലേ ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? പിന്നെ ഇപ്പോ BJPയുടെ പ്രതിനിധി പറഞ്ഞു, ആരോഗ്യമന്ത്രിക്ക് ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഫെബ്രുവരി മാസം 16-ന് ഇപ്പൊ സമരം നടത്തുന്നവരോട് ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തതാണ്. ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചതാണ്. ഞങ്ങൾ പരിശോധിച്ചിട്ട് വരാം. ഈ മറുപടിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോയതാണ്. പിന്നെ ഇവർ തിരിച്ചു വന്നിട്ടില്ല. 3 തവണ കേന്ദ്രമന്ത്രി പോയില്ലോ, കുട കൊണ്ടേ കൊടുത്തു, വടി കൊണ്ടേ കൊടുത്തു, അവിടെ ഡാൻസ് ചെയ്തു, പാട്ടുപാടി. അവസാനം പറഞ്ഞില്ലേ, ഈ കേന്ദ്രത്തിന്റെ വാഗ്ദാനം മാത്രം പോരാ, വാഗ്ദാനം കൊണ്ട് വയറ് നിറയില്ല, ഉത്തരവായിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്തിയേ പിന്നെ കേന്ദ്രമന്ത്രി പോകാത്തത്? BJP അല്ലേ ഇതിന് ഉത്തരവാദി? നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അടർത്തിയെടുത്ത് വേറൊരു സംഘടന ഉണ്ടാക്കിയല്ലോ.
ആ സംഘടനയ്ക്ക് BMS എന്ന് പേര് വിട്ടല്ലോ. അപ്പോൾ ഈ സമരത്തെ പൊളിച്ച് BMS സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നടപ്പാക്കി നിങ്ങൾ ആരോഗ്യമന്ത്രിക്ക് കത്തും കൊടുത്തു. BMS രൂപീകരിച്ചിരിക്കുന്നു, ആശാ വർക്കേഴ്സിന്റെ സംഘടന. പിന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞല്ലോ 62 വയസ്സിൽ റിട്ടയർ ആകണം എന്നുള്ള ഉത്തരവ് ഇവിടെ ഉണ്ടോ? ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഈ ഗവൺമെന്റ് മരവിപ്പിച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റു ജോലിയിൽ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആശാ വർക്കേഴ്സ് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നുണ്ട്, മറ്റ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ അങ്ങ് എന്നോട് ചോദിച്ചല്ലോ ഈ കേന്ദ്രം തരാനുള്ള ഫണ്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 826 കോടി രൂപയാണ് കിട്ടേണ്ടത്. അതിൽ കൈൻഡ് ഗ്രാൻഡ് ആയിട്ട് തന്നിരിക്കുന്നു 189 കോടി രൂപയാണ്. 636 കോടി രൂപ കിട്ടാനുണ്ടെന്നുള്ള കണക്ക് കൃത്യമായി നിയമസഭയിലും വെച്ചു, ലോകസഭയിലും വെച്ചു. ഈ സമയത്ത് കേന്ദ്രം പറയുന്നത് നിങ്ങൾ വേദവാക്യമാക്കി എടുക്കുക. അല്ല, ഞാനൊരു വേദവാക്യം ഇട്ടില്ല. നിങ്ങൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കേന്ദ്രം പറഞ്ഞത് തെറ്റാണെങ്കിൽ നോട്ടീസ് കൊടുക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ബാധ്യതയോ ആർക്കും വേണ്ടി സംസാരിക്കേണ്ട ബാധ്യതയോ എനിക്കില്ല അരുൺ. എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി കൃത്യമായി പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പൊ ഒരു മിനിറ്റ് ഇപ്പൊ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് ശരി പറയൂ. അതായത് ഈ ചൂരൽമല മുണ്ടക്ക ഇന്ത്യയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏറ്റവും വലിയ 3ാമത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ആഭ്യന്തരമന്ത്രി വന്ന് പറഞ്ഞതാ 10 ദിവസം മുമ്പ് റെഡ് അലർട്ട് കേരളത്തിന് കൊടുത്തിരുന്നു എന്ന്. അതെല്ലാവരും വിശ്വസിച്ചല്ലോ മാധ്യമങ്ങൾ. സത്യമായിരുന്നു. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യം എങ്ങനെ പ്രവചിച്ചു എന്ന് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. പഴയ ചർച്ചക്കാരന് വേണമെങ്കിൽ എടുത്തു നോക്കാം, അത് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നും തൊണ്ട തൊടാതെ വിടുന്ന ശീലമൊന്നും ഇല്ല. എന്താ ഇത്ര ക്ഷമയില്ലാത്തത്? ഈ മാധു എന്ന് പറയുന്ന അവതാരികയ്ക്ക് ഇത്ര ക്ഷമയില്ലാതാകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഒട്ടും ക്ഷമയില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് പരിസ്ഥിതി മന്ത്രി തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഏത് ചൂരൽമലയിലും മുണ്ടക്കയിലും മുഴുവൻ കയ്യേറ്റക്കാരാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ജനങ്ങളുടെ ജീവിത രീതി. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. കേരളം എന്ന് കേൾക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എത്ര നുണയാണ് പറഞ്ഞ്. കേന്ദ്രവിഹിതം കുറെ കിട്ടാനുള്ളത് സുപ്രീം കോടതി എന്താ പറഞ്ഞ്? ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ വാദത്തിൽ ന്യായമുണ്ടെന്നാ പറഞ്ഞ്. അതവിടെ പരിഗണനയാ. ഇപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നു കേന്ദ്രമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. പിന്നെ ഇവിടെ ഒറ്റ കാര്യം കൂടി ഇവിടെ പറയാൻ 232 രൂപ ദിവസം 13,200 ഭാഗം 30 എത്രയാ? ഒന്ന് കണക്ക് കൂട്ടിയേ. കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ, മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലോ. 13,200 ഭാഗം 30 എന്ന് പറഞ്ഞാൽ 440 ആണ്. ആ 440 ദിവസക്കൂലി. ഇപ്പോഴും പറയുന്നത് 232. ഓണറേറിയത്തെ മാത്രമല്ലല്ലോ ഹരിക്കേണ്ടത്. ഇൻസെന്റീവ് 60% കേന്ദ്രവും 40% കേരളവും അല്ലേ? മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ 200 രൂപയുണ്ട്. ഇതൊന്നും വലിയ ശമ്പളമാണ്, വലിയ ഹോണററിയമാണെന്നല്ല പറയുന്നത്. നമ്മുടെ ജീവിത രീതി മീറ്റ് ചെയ്യാൻ ഇതിലും മെച്ചപ്പെട്ട സൗകര്യം വേണം. അതിന് കേന്ദ്രവും കനിയണം. കേന്ദ്രം ഒന്നും തരാതെ എല്ലാം കേരളത്തോട് പറയുന്നു. ഞാൻ ഇടപെടുകയാണ്. എന്റെ പേരെടുത്ത് വിളിച്ച് എന്തുകൊണ്ടാണ് ക്ഷമയില്ലാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങ് അരമണിക്കൂർ പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഞാൻ അങ്ങേ ആ സമയത്ത് അനുകൂലിക്കുകയാണ് ചെയ്തത്. ക്ഷമയില്ലാതെ അനുകൂലിക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അങ്ങ് പറഞ്ഞ അതേ കാര്യമാണ് അതേ ഇടത്ത് നിന്നുകൊണ്ട് ഞാനും പറഞ്ഞത്. അങ്ങ് ക്ഷമയില്ല എന്ന് പറയുന്നു. അനുകൂലിക്കാനുള്ള ക്ഷമയില്ലായ്മയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനി ചർച്ചയ്ക്ക് ഒരു വ്യക്തി അരമണിക്കൂർ പ്രസംഗിക്കാൻ എനിക്ക് മാതൃഭൂമി വരണ്ട. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ അപമാനിച്ചല്ല. ഇപ്പോ ഒരു മണിക്കൂർ ഒരു ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പലതും മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അത് കൃത്യമായി അങ്ങോട്ട് ചോദിച്ചും ഇങ്ങോട്ട് പറഞ്ഞും ഒക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോ ഒരു സർക്കാരിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത് പോലെ ഓരോ കാര്യത്തിനും ആ ചോദ്യം തിരിച്ചും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ ഭരണമില്ലാത്തവർക്കോ അധികാരത്തിലില്ലാത്തവരോട് ചോദിക്കേണ്ടി വരില്ല. അത് സ്വാഭാവികമല്ലേ? അത് അറിയാത്ത ഒരാളാണ് അരുൺകുമാർ. അല്ല, ചോദിക്കാം, പക്ഷെ കേൾക്കാനുള്ള സന്മനസ് കൂടി വേണം. ഒരു പകുതി മനസ്സെങ്കിലും വേണം. ഒരു ഉത്തരം പറയുമ്പോഴേക്കും ഉപചോദ്യം. എത്ര ചോദ്യം ചോദിച്ചോ? നിങ്ങളുടെ ചോദ്യം നേരിടാൻ ധൈര്യമുള്ളതുകൊണ്ടല്ലേ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഒരു ഭയവും മടിയില്ലല്ലോ. പക്ഷെ അത് കേൾക്കാനുള്ള മനസ്സ് താങ്കൾക്ക് വേണമെന്നാണ് സൂചിപ്പിച്ചത്. ആ മനസ്സ് കുറെ നാളായി CPM പ്രതിനിധിയോട് ഇല്ല. ആ മനസ്സ് കാണിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ചർച്ചയ്ക്ക് വിളിക്കുക. നമ്മൾ തമ്മിൽ ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തിലധികമായിട്ടെങ്കിലും ഉണ്ടാകും. ഇതുവരെ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്ന് ഉറപ്പെങ്കിലും എനിക്കുണ്ട്. അതായത് ഈ പറയുന്ന ക്ഷമയോ സഹനമോ ഈ കേൾക്കാനുള്ള പ്രശ്നമോ ഒക്കെ സംബന്ധിച്ച് നമ്മൾ തമ്മിൽ ഇത്രയും സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരാളാണ് ഞാനെന്ന് ഈ സുപ്രഭാതത്തിൽ അരുണ് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അതും കേൾക്കാൻ തയ്യാറാണ്. നേരത്തെ എന്താണ് ഞാൻ പറഞ്ഞത്? തുടരെ ഇടപെടുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഈ പറയുന്ന അസഹിഷ്ണുത എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്കിലേക്ക് തിരികെ വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ
അല്ല, കർണാടകയിലെ ഇവിടെ ബജറ്റിന്റെ ലിസ്റ്റ്, ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട്, പാരഗ്രാഫ് അടക്കം പറഞ്ഞുകൊണ്ടാണ് അരുൺകുമാർ ചോദിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാലോട് മാധ്യമങ്ങൾ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഓണറേറിയം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ടായിരുന്നില്ല എന്ന വിമർശനങ്ങളടക്കം CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം പറയാൻ കഴിയുന്ന ചില ആരോപണങ്ങൾ എന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിയ ചരിത്രമുണ്ടോ? മാധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരസമിതിയുടെ പ്രതിനിധിയായിട്ട് ബഹുമാനപ്പെട്ട റോസി ചേച്ചി ഉണ്ടല്ലോ അല്ലേ, അവരോട് ചോദിക്കൂ. നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ അരുൺകുമാറും മാധും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ ഞാൻ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പണ്ട് ഇവിടെ എന്തോ മോശപ്പെട്ട കാര്യമായിരുന്നു, ഇതിനേക്കാൾ നല്ല മോശപ്പെട്ട നിലവാരത്തിലായിരുന്നു ഇവർ വർക്ക് ചെയ്ത്, അങ്ങനെയൊക്കെ പൊതുബോധം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇവർക്ക് പാർട്ട് ടൈം ജോലിയായിരുന്നു, പാർട്ട് ടൈം സേവനമായിരുന്നു, അവർക്ക് മറ്റ് ജോലികൾക്ക് പോകാം. ഇന്ന് ഇത് ഫുൾ ടൈം ജോലി എന്നുള്ളത് മാത്രമല്ല, ഓവർ ടൈം പണി കൂടി വേറെ കൊടുക്കുകയാണ്. എന്നിട്ട് ആ വേതനം പോലും 3 മാസത്തെ പെൻഡിങ് വരികയാണ്. അതിന്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരാണെന്ന് പറയുകയാണ്. പിന്നെ സംസ്ഥാന സർക്കാരിന് എന്താ പണി? പിന്നെ അരുൺകുമാർ പറയുന്നു ഇവിടെ 440 രൂപ ദിവസവേതനം ഉണ്ടെന്ന്. എൻ്റെ അരുൺകുമാറെ, ഞാനും ആശാവർക്കർമാരുമായിട്ട് അടുത്തിടപഴകുന്ന ഒരാളാണ്. എനിക്ക് 2018 എക്സ്ട്രാ പൾമണറി TB ബാധിച്ച ഒരാളാണ്. അന്ന് ഇത്തരം രോഗികൾക്ക് സേവനം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവ് ഉണ്ട്. അത് ഇന്നേ വരെ എനിക്ക് ആ സേവനം തന്ന ആശാവർക്കർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അരുൺകുമാർ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ഈ സേവനങ്ങൾ നിങ്ങൾ പറഞ്ഞ ഈ 440 രൂപ വെച്ച് കേരളത്തിലെ 26,000 ആശാവർക്കർമാർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയണം. അതിന് നിങ്ങൾ പറയാൻ എന്താ നിങ്ങൾക്ക് ഒരു പ്രശ്നം? ഇനി ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ പരിചരിക്കാൻ പോകുന്ന ആശാവർക്കർമാർക്ക് ആ പ്രസവം സർക്കാർ ആശുപത്രിയിൽ നടത്താം. ഇടപെടല അരുൺകുമാറെ, താങ്കൾ കുറെ കാര്യം പറഞ്ഞില്ലേ, ഇനി ഞാൻ മറുപടി പറയട്ടെ. താങ്കൾ പറഞ്ഞത് കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, താങ്കൾ പറഞ്ഞത് താങ്കളുടെ ബോധ്യം. ഇനി ഞാൻ എൻ്റെ ബോധ്യം വെച്ച് താങ്കൾ പറഞ്ഞതിനെ കണ്ടിച്ചു നോക്കട്ടെ. കേരളത്തിലെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ ആര് പറയുന്നത് ശരിയെന്ന്. അന്ന് പാർട്ട് ടൈം ജോലി ആയിരുന്നു, ഇന്ന് ഫുൾ ടൈം ജോലി മാത്രമല്ല ഓവർ ടൈം പണിയുമാണ്. അന്നത്തെ ജോലി ഭാരമാണോ ഇന്ന്? അല്ല. അന്നത്തെ ജീവിത നിലവാരമാണോ ഇന്ന്? അല്ല. അന്നത്തെ വിലക്കയറ്റ തോതാണോ? അന്നത്തെ വെള്ളക്കരമാണോ? അങ്ങനെ ഒന്നുമല്ല. സർവ്വ മേഖലയിലും കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ജീവിക്കാൻ ഗതിയില്ലാതെ 232 രൂപ ദിവസവേതനം മേടിക്കുന്ന ആളുകൾ അവരുടെ കൂലി ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല, ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന്. സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളം ഇത്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ പേരെന്തായിരുന്നു? സൂര്യോദയ ബഡ്ജറ്റ്. സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിൽ ഇന്ന് അമാവാസിയാണ് ആശാവർക്കർമാർക്ക്. അതിന്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് ചോദിച്ചു വാങ്ങണമെന്ന്. പിന്നെ എന്തിനാ അരുൺകുമാരെ ഈ KV തോമസിനെ ഡൽഹി കൊണ്ടുപോയി പ്രതീക്ഷിച്ചിരിക്കുന്നത്? എന്തിനാ ഈ അധിക വേതനം കൊടുത്ത് അധിക യാത്രാപത്ത കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്? അവിടെ പോയി പുട്ടും കടലയും തിന്നാൻ വേണ്ടിയിട്ടോ? കഴിഞ്ഞ ഡൽഹിയിൽ നടന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ആശാവർക്കർമാരുടെ പ്രശ്നം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉന്നയിച്ചോ? അല്ലെങ്കിൽ KV തോമസ് ഉന്നയിച്ചോ? അരുൺകുമാറിന് മറുപടി പറയാൻ പറ്റുമോ? കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആശാവർക്കർമാർ ഈ പ്രശ്നം ഉന്നയിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരു ലേഖനം വായിച്ചു കേൾപ്പിച്ചിരുന്നു. അപ്പൊ അതിനകത്തൊരു പട്ടിക പറയുന്നുണ്ട് കേട്ടോ. ഓണറേറിയം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, രൂപയിൽ ഓണറേറിയം. കേരളം 13,200 രൂപ, മധ്യപ്രദേശ് 6,000 രൂപ, പശ്ചിമ ബംഗാൾ 6,000 രൂപ, കർണാടക 5,000 രൂപ, മഹാരാഷ്ട്ര 5,000 രൂപ. ഇതിപ്പോ 1,000 രൂപ 2025-26 വർദ്ധിപ്പിച്ചതിന് മുമ്പാണ്. കേരളത്തിന്റെ ഓണറേറിയം 7,000 ആണ്, മറ്റുള്ളത് ഇൻസെന്റീവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് ഈ പട്ടികയിൽ മാത്രം എങ്ങനെയാണ് ഈ ഓണറേറിയം 13,200 രൂപ വരുന്നത്? അല്ല മാധു, അരുൺകുമാർ അല്പം മുമ്പ് ഒരു എക്കണോമിക്സ് പറഞ്ഞു, ഇത് ഓണറേറിയമാണ്, ഇത് വേതനമല്ലെന്ന്. വേതനമായാലും ഓണറേറിയ ആയാലും ഈ പാവപ്പെട്ട പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് വേതനം നൽകാതെ കൂലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, പണിയെടുത്തതിന്റെ കൂലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവർ ആക്ഷേപിക്കരുത്. അന്ന് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ 500-ൽ നിന്ന് 1000 ആയിട്ടേ വർദ്ധിപ്പിച്ചോളൂ. അന്ന് അത്രേ തൊഴിലുണ്ടായിരുന്നുള്ളൂ, അന്ന് അതേ പറ്റിയുള്ളൂ കേരളത്തിന്. അത് ഞങ്ങളുടെ കുറവാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അന്ന് ഈ ആശാവർക്കർമാരെ സാംക്രമിക കീടമെന്ന് വിളിച്ചിട്ടില്ല, അവരെ ഉമ്മ കിട്ടിയോന്ന് ചോദിച്ച് അധിക്ഷേപിച്ചിട്ടില്ല, കുറ്റിച്ചൂലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല, ആരെങ്കിലും ആട്ടി തെളിച്ചു കൊണ്ടുവരുന്നവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല, അനാവശ്യ സമരമാണെന്ന് പറഞ്ഞിട്ടില്ല, പാട്ടപ്പിരിവുകാരും അരാജകവാദികളാണെന്നും പറഞ്ഞിട്ടില്ല, ഈർക്കിൽ സംഘടന നയിക്കുന്ന സമരമാണെന്ന് പറഞ്ഞിട്ടില്ല. അന്ന് സർക്കുലർ ഇറക്കി ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അന്ന് എതിർ സമരം നടത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അന്ന് ട്രെയിനിങ് നടത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ല, മഴ നനയുമ്പോൾ കെട്ടിയ ടാർപോളിൻ അഴിച്ച് അവരെ ദ്രോഹിച്ചിട്ടില്ല. അരുൺകുമാർ അത് മനസ്സിലാക്കണം. 2013 ആശാവർക്കർമാർക്ക് രാപ്പകൽ സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട്. 100 രൂപ കൂട്ടിക്കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ട് പിന്നീട് അത് കൂട്ടിക്കൊടുക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയെ അടക്കം ഉപരോധിക്കേണ്ടി വരുന്ന സമരവും പ്രതിഷേധവും നടക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ട് കൊടുക്കാത്ത സാഹചര്യം അന്നും ഉണ്ടായിട്ടില്ലേ? അന്ന് നിസ്സംഗത.
ആണ് മാധു, ആണ്. അന്ന് അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആശാ വർക്കർമാർ സമരം ചെയ്തു. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ, ആ സർക്കാരിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നോ, അല്ലെങ്കിൽ UDF പ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ആശാ വർക്കർമാർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇവിടെ നയം മാത്രമല്ല, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരുടെ നാക്കുകൂടി പ്രശ്നമാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ക്ലിഫ് ഹൗസിൽ 42 ലക്ഷം രൂപയുടെ നീന്തൽക്കുളം വന്നിട്ടില്ല, അന്ന് 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് വെച്ചിട്ടില്ല, അന്ന് നവകേരള ബസ് ഉണ്ടാക്കി യാത്ര ചെയ്ത് സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ വ്യാജ വാഗ്ദാനം നൽകിയിട്ടില്ല. ഇനി ഇത്ര സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആ നവകേരള ബസ് ഒന്ന് കൊണ്ടുപോയി ഏതെങ്കിലും മ്യൂസിയത്തിൽ വെച്ച് പണം ആർജിക്കുന്നേ, അതിൽ സഞ്ചരിച്ച ആ പ്രത്യേകതരം മനുഷ്യരുണ്ടല്ലോ, അവരെ കൊണ്ടുപോയി കാഴ്ച പ്രദർശിപ്പിക്കുക, ഇവരുടെ പ്രശ്നം പരിഹരിക്കുക. മാധു ഒരു കാര്യം കൂടി, എനിക്ക് അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം തന്നെ എനിക്ക് കിട്ടിയ സമയം തന്നെ അരുൺകുമാർ കിട്ടിയതിനേക്കാൾ കുറവല്ലേ? കൃത്യമായി എന്നെ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ പറയുന്നതിനിടയ്ക്ക് അങ്ങ് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനൊരു മാന്യത എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് അനുമതി ചോദിച്ചാ അതൊരു രീതിയല്ലേ? ഞാൻ ചോദിച്ചത് ഇങ്ങനെ നുണ തന്നെ പറഞ്ഞു പോകുമ്പോ ഒരു സമയം ഞാൻ ചോദിച്ച് തരാനുള്ള മര്യാദ. അരുൺകുമാർ എത്രയോ നുണ പറഞ്ഞു. ഞാൻ അതിനൊന്നും കണ്ടി, ഞാൻ എന്റെ പോയിന്റ് പറയാനാ, എന്നെ ദയവ് ചെയ്ത് എന്റെ പോയിന്റ് പറയാൻ അനുവദിക്കൂ. താങ്കൾക്ക് കിട്ടിയതിന്റെ പകുതി സമയം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതി വിധി ഉള്ളത് കൊണ്ടാണ് ആ ടാർപോളിംഗ് ഷീറ്റ് വലിച്ചു കീറിയെന്ന് പറഞ്ഞ ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിങ്ങൾ റോട്ടിൽ സമ്മേളനം നടത്തിയില്ലേ? ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിങ്ങൾ എത്രയോ പരിപാടികൾ നടത്തുന്നു. ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മതിൽക്കെട്ടിനകത്ത് നിങ്ങൾ ഫ്ലെക്സ് ബോർഡ് വെച്ചില്ലേ? നിങ്ങളുടെ സർവീസ് സംഘടനകൾ നിങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുത്ത് ഇനി ആറ്റുകാൽ പൊങ്കാലയ്ക്കെതിരെ നടപടി വേണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. അല്ല മാധു, ഞാൻ പറയട്ടെ, മാധു അങ്ങനെ പോലെ ഞാൻ പറയട്ടെ മാധു അങ്ങനെ പോലെ ആറ്റുകാൽ പൊങ്കാല അത് തടസ്സപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ചത് സർക്കാർ തന്നെയാ. എന്താ, ഏതൊക്കെ തടസ്സപ്പെടുത്തണമെന്നും ഏതൊക്കെ തടസ്സപ്പെടുത്തണ്ട എന്നും കൃത്യമായിട്ട് ബോധ്യമുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ വിജയം അത് സർക്കാരിന്റെ വിജയമാണെന്ന് പിണറായി വിജയൻ അവകാശപ്പെടുന്നത്, അവിടുത്തെ കോർപ്പറേഷൻ അവകാശപ്പെടുന്നത്, വീണ ജോർജിനെ പോലുള്ള മന്ത്രിമാർ നേരിട്ടിറങ്ങി കാർമ്മികത്വം നടത്തുന്നത്. അപ്പൊ ഇവർക്കറിയാം ഏതൊക്കെ തടസ്സപ്പെടുത്തേണ്ടതെന്ന്. പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തിന്റെ അവർക്കറിയാം. അതിനു മുൻപ് അങ്ങയിലേക്ക് ഒരു മിനിറ്റ് ഞാൻ വരികയും ചെയ്യും. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഔദാര്യമൊന്നുമല്ല, അത് അങ്ങ് ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് വരണം എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ്. അരുൺകുമാർ, എന്താണ് അങ്ങയുടെ വിയോജിപ്പ്? അതായത് 2011 മുതൽ 16 വരെ UDF ഭരിക്കുമ്പോൾ 100 രൂപ വർധനവിന് വേണ്ടി ആഴ്ചകൾ ആശാ വർക്കേഴ്സ് രാപ്പകൽ സമരം നടത്തിയ കാര്യം താങ്കൾ ചോദിച്ചു. പക്ഷെ അന്ന് ആരോഗ്യമന്ത്രിയായ VS ശിവകുമാർ 5000 രൂപയാക്കി ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി സമരമൊക്കെ ഒത്തീർപ്പായി പോയി. 5000 പോയിട്ട് 1000 പോയിട്ട് 500 രൂപ പോയിട്ട് 100 രൂപ പ്രഖ്യാപിച്ച അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് 100 രൂപ പോലും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെയുള്ള ആളുകളുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതീതി വന്ന് ഇവിടെ കുറെ ഗീർവാണം ഇട്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോ നവകേരള ബസ്സും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസും ലിഫ്റ്റും ഇവർ കഴിഞ്ഞ 8 കൊല്ലമായി പറയുന്നില്ലേ? എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഏതെങ്കിലും ഒരു ആരോപണം പൊതുസമൂഹത്തിൽ തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കോടതി പോയില്ലേ? ക്യാമറ, അതുപോലെ തന്നെ ജലമെട്രോ, K-ഫോൺ എത്ര തവണ പോയി? മേലാൽ ഈ പരിസരത്തേക്ക് വരരുതെന്നല്ലേ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞേ? നിങ്ങൾ ഈ ചാനലിലൂടെ ഗീർവാണം വിട്ടോ, ആരോപണം വിട്ടോ, നിങ്ങൾക്ക് പരമാവധി ആ INTUC-യുടെ ആശാ വർക്കേഴ്സിനെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്ത്. ആ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചിട്ടെങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്താൻ സമയം പറ്റുമ്പോൾ പറ്റ്. അല്ലെങ്കിൽ തിരുവനന്തപുരം MP, അതുപോലെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ, ഇവരോടൊക്കെ പറ. അവരൊക്കെ പറഞ്ഞല്ലോ ഭരണ തുടർച്ചയിലേക്ക് ഈ ഗവൺമെന്റ് പോകുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണെന്ന്. ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്യും. ഞങ്ങളുടെയും ആഗ്രഹം കുറച്ചൊക്കെ വർദ്ധിപ്പിക്കണം, ചെയ്യണമെന്ന. അത് കേന്ദ്രം എത്ര പ്രതിരോധം സൃഷ്ടിച്ചാലും ഉപരോധം സൃഷ്ടിച്ചാലും ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വാക്കു പാലിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് പങ്കുവച്ചത്. ശരി, ഓക്കെ. ശ്രീ ഉല്ലാസ് ബാബു, ഇതിപ്പോ പാർലമെന്റിൽ അടക്കം പറഞ്ഞ കണക്കുകൾക്കപ്പുറത്ത് സംസ്ഥാനത്തിന് പറയാനുള്ള കണക്കുകൾ അരുൺകുമാർ എണ്ണി പറയുന്നുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുള്ളപ്പോൾ 169 കോടി രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണോ? അല്ലെ, അരുൺകുമാറിന്റെ തുടക്കമുള്ള ശൈലി നിങ്ങൾ കണ്ടില്ലേ? ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് കേൾക്കാം, ഉമ്മത്തങ്കായ എന്ന് മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ മാധു, ഇതിൽ എന്താണ് വിഷയം? ഇതിൽ കൃത്യമായിട്ട് CPM എന്ന് പറയപ്പെടുന്ന സർക്കാരിൻ്റെ ഈഗോ, കോംപ്ലക്സ്, ധിക്കാരം, ആശാ വർക്കർമാരോടുള്ള പുച്ഛം, ഇതിനാണ് ഈ ഏർപ്പാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംശയമുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട എല്ലാ പദ്ധതികളും കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ടെന്നേ. അത് വഴിമാറ്റി ചെലവഴിച്ച് നശിപ്പിക്കുന്നതിന്റെ ഒരു ഈറ്റില്ലമായിട്ട് കേരളത്തിന്റെ സർക്കാർ മാറി എന്നുള്ളത് വീട്ടിലേക്ക് പ്രസംഗിക്കാൻ ആളുകൾ കാണുന്ന ചർച്ചയാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നീ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചിരുന്നോ?
വൃത്തികേട് കാണിക്കരുത് മാറ്റി ചർച്ചയിൽ ചെലവഴിച്ച് ഒരു- പഠിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹെഡ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വക മാറ്റി ചെലവഴിച്ച വ്യക്തിയുടെ പേരാണ് വീണ ജോർജ്, മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ, നശിച്ച സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പേരാണ് head. CPM-ന്റെ സർക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാവപ്പെട്ട അമ്മമാരുടെ നീതികേട് കാണിച്ച സർക്കാരിന്റെ പേരാണ് CPM. നിങ്ങൾ പറഞ്ഞില്ലേ വാഗ്ദാനം കൊടുത്താൽ വയറ് നിറയില്ലെന്ന്, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊതുയോഗത്തിൽ പോയി പ്രസംഗിക്കുക. വാഗ്ദാനം കൊടുത്തത്? വക മാറ്റി കോൺഗ്രസ് ചെലവഴിച്ച എന്തിന്റെ ഹെഡ് അടിസ്ഥാനത്തിലാണ് പറയാമോ പറയുന്നത്? എന്നാണ് ചോദിച്ചത്. കോൺഗ്രസ് പേര് പൊതുയോഗത്തിൽ ആരോഗ്യമന്ത്രിയുടെ പോയി മുഖ്യമന്ത്രിയുടെ പ്രസംഗിക്കുക. പേര് പറയാമെന്നല്ല ചോദിച്ചത്. സംസാരിച്ചാൽ ഏത് എന്താണ് ഫണ്ട് നടക്കുന്നത്? കേന്ദ്രം അനുവദിച്ചത് വക മാറ്റി ചെലവഴിച്ചു എന്നാണ് ചോദിച്ചത് ശ്രീ ഉല്ലാസ് ബാബു. ഏത് ഫണ്ടാണ് വക മാറ്റി ചെലവഴിക്കാത്തത്? 35% മാത്രം ഡെവലപ്മെന്റ് ഉണ്ടാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബാക്കിയുള്ള പൈസയുടെ കണക്ക് ഇത്ര കാലമായി കൊടുക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ പേരിലാണ് 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും കിട്ടുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കരാറിൽ ഇവർ ഒപ്പിടാത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഇവർ ഒപ്പിടാത്തത്? രണ്ടാം ഘട്ടത്തിൽ ഒപ്പിടാത്തത് എന്തടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഓരോ പദ്ധതി പൂർത്തിയാവുകയാണ്. ചെലവഴിച്ച പണത്തിന്റെ കണക്കോ തെളിവോ കൊടുത്തിട്ടില്ല എന്ന് JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞതാണ്. അതിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമോ MP-മാർ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. 35 ദിവസം പൂർത്തിയാവുകയാണ് ആശാവർക്കർമാരുടെ സമരം. അത് നാളെ സർക്കാർ ഒരു സമ്മർദ്ദതന്ത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനെ അതിജീവിക്കാൻ സമരത്തിന് കഴിയുമോ എന്നുള്ളതടക്കം കണ്ടറിയേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.